അളിയോ അളിയോ കിരൺ അനീഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്താടാ എന്താടാ നീ ഇങ്ങനെ കിടന്ന് കൂവി വിളിക്കുന്നേ? അനീഷ് കിരണിൻ്റെ വിളി കേട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. കൂടെ അവൻ്റെ അമ്മയും. ഒറ്റനില വീടാണ് അനീഷിൻ്റേത്. അമ്മ സേതുലക്ഷ്മിയും അവനും മാത്രമേ അവിടെയുള്ളൂ. അച്ഛനെ അവൻ കണ്ടിട്ടില്ല ഇതുവരെ. അതാരാണെന്നോ അയാൾ എവിടെയാണെന്നോ സേതുലക്ഷ്മി അവനോട് പറഞ്ഞിട്ടില്ല. അവനോട് ചോദിക്കാനും പോയില്ല. കുഞ്ഞിലെ തന്നെയും അമ്മയും ഉപേക്ഷിച്ചു പോയ അവൻ്റെ അച്ഛനെ കാണണമെന്ന് അവനും ആഗ്രഹമില്ല എന്നതാണ് സത്യം. അയാളോട് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് അവന്. ആശുപത്രിയിൽ പോയിട്ട് എപ്പോൾ വന്നളിയാ? കിരൺ അതും ചോദിച്ച് അവിടെ കിടന്ന കസേരയിലേക്ക് ഇരുന്നു. കുറച്ചു നേരമായി മോനെ. ഡോക്ടർ എന്തു പറഞ്ഞമ്മേ? എന്തു പറയാനാ മോനെ, എന്നും പറയുന്നത് തന്നെ. പിന്നെ എനിക്കൊരു സങ്കടമേ ഉള്ളൂ മോനെ. എൻ്റെ കുട്ടിയെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്താതെ എന്നെ അങ്ങ് വിളിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഇപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ? എത്രയോ വട്ടം ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കരുതെന്ന്. എനിക്കൊരു കഷ്ടപ്പാടുമില്ല. അമ്മ കൂടി പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? അനീഷിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. എന്തിനാ മോനെ ഞാൻ പറഞ്ഞത്? എൻ്റെ കണ്ണേടതിന് മുന്നേ നീ ഒരു പെണ്ണ് കെട്ടി കാണണമെന്ന്. അത് കണ്ടിട്ട് വേണം അമ്മയ്ക്ക് സന്തോഷത്തോടെ പോവാൻ. അമ്മ നോക്കിക്കോ, ഇവനുള്ള പെണ്ണ് എവിടെ ഒളിച്ചിരിപ്പുണ്ട്. ആളിയനി ഉടനെ തന്നെ അമ്മയുടെ മുന്നിൽ അവളെ കൊണ്ടു നിർത്തി തരും. നിന്റെ പറച്ചിലൊക്കെ കേട്ടാൽ തോന്നുമല്ലോ കിരണേ, എനിക്ക് വേണ്ടി നീ എവിടെ പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ട്? നിന്റെ സണ്ണി ചേച്ചിയാണോ? അനീഷ് അമ്മ കേൾക്കാതെ കിരണിൻ്റെ ചെവിയിലായി പറഞ്ഞു. വിധിയില്ലളിയാ, കൈവിട്ടു പോയില്ലേ. എന്ത് കൈവിട്ടു പോയെന്നാ മോനെ? അത് ഇവൻ മുൻപ് സ്നേഹിച്ച പെണ്ണാമേ. അവളെ ഏതോ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയ കാര്യം പറഞ്ഞതാ. ആണോടെ കിരണേ? ആ അമ്മേ, എനിക്ക് വിധിയില്ല അമ്മേ. ഞങ്ങളെന്നാ ഇറങ്ങുക. ഇനി നിന്നാൽ താമസിക്കും. ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ബോഡി കൊണ്ടുപോകാനുണ്ട്. ചിലപ്പോൾ വരാൻ വൈകും. താമസിക്കുവാണെങ്കിൽ ലത ചേച്ചി വിളിക്കണേ. ഞാൻ വിളിച്ചോളാം മോനെ, നിങ്ങൾ പോയിട്ട് വാ. ലക്ഷ്മി അവരെ യാത്രയാക്കി. ഈശ്വര, എൻ്റെ കുട്ടിക്ക് നല്ലത് വരുത്തണേ. വൃന്ദാവനം. ആകാശത്ത് ഇരുട്ട് മൂടി തുടങ്ങി. കാർമേഘങ്ങളെല്ലാം ഇരുണ്ട് മൂടി മഴയെ വരവേൽക്കാൻ തുടങ്ങി. സൂര്യൻ്റെ ചൂടിനാൽ വാടിത്തളർന്നിരുന്ന ചെടികൾക്കെല്ലാം ഒരു ഉന്മേഷം വന്നതുപോലെ അവരും ഒന്നുണർന്നു. മഴയുടെ വരവറിയിച്ച് തവളകൾ വിളി തുടങ്ങി. വൃന്ദാവനത്തിന് മീതെ മഴത്തുള്ളികൾ പതിച്ചു. ചെറുതായി തുടങ്ങിയ മഴ സൂര്യനോട് പകരം വീട്ടുന്നത് പോലെ ആർത്തു പെയ്തു തുടങ്ങി. നാരായണൻ്റെ മുറിയിൽ അട്ടഹാസങ്ങൾ ഉയർന്നു. മഴയുടെ തണുപ്പിൽ ചൂട് തേടി നാരായണനും റാണിയും രേവതിയും ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ ചുറ്റി വരിഞ്ഞു. അവരിൽ നിന്നും ഉണരുന്ന ശീൽക്കാരങ്ങൾ താഴെ പേടിയോടെ ഇരിക്കുന്ന മല്ലിയുടെ ചെവിയിൽ വന്ന് പതിച്ചു. അവൾ ഈ ചെവികളും പൊത്തിപ്പിടിച്ചു. സന്ധി ഇരുളുന്നത് വരെ മല്ലിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് വാതിൽക്കലേക്ക് ഒന്ന് നോക്കും. ഏതോ രാഘവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞു. അതും പോരാഞ്ഞ് കനത്ത മഴയും. എന്തായാലും അയാളുടെ വരവ് ഇനി ഉണ്ടാകില്ല. നാളെ ഒരു ദിവസത്തെ സൂര്യോദയം കാണാൻ താൻ ജീവനോടെ ഉണ്ടാകുമല്ലോ. മല്ലിയെന്ന് കോട്ടുവായിട്ടു. മുകളിൽ കേൾക്കുന്ന ശബ്ദം അവൾക്ക് അരോചകമായി തോന്നി. ഇവിടെ വന്നിട്ട് 2 ദിവസമാകുന്നു. പേടി കാരണം ഒന്ന് കഴിക്കാനോ ഒന്നുറങ്ങാനോ കഴിഞ്ഞിട്ടില്ല. മല്ലി അവളുടെ മാറിലേക്ക് ഒന്ന് കൈ ഒഴിച്ചു. അറിയാതെ അവളുടെ നാവിൻ തുമ്പിൽ നിന്നും വേദനയുടെ ശബ്ദം പുറത്തേക്ക് വന്നു. താലി കെട്ടിയ ഭർത്താവിൻ്റെ ആദ്യ രാത്രിയിലെ പരാക്രമം. മല്ലിയുടെ ഇരു കണ്ണുകളിലും നീർമുത്തുകൾ ഉരുണ്ടുകൂടി. കുറച്ചു നേരം കൂടി അവൾ അതേ ഇരിപ്പ് തുടർന്നു. അവൾ ഒന്നുകൂടി വാതിലക്കിലേക്ക് മിഴികൾ പായിച്ചു. ഇന്നിനി ഉണ്ണിയേട്ടൻ വരില്ലായിരിക്കും. നാളെ എന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുമായിരിക്കും. അറിയാതെ മല്ലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ചിന്തകൾ കാട് കയറിയപ്പോൾ വീണ്ടും കോട്ട് വൈറ്റുകൊണ്ട് ഉറങ്ങാൻ സമയമായിന്ന് ഉറക്കം അവളെ അറിയിച്ചു. മല്ലിയെന്ന് മുകളിലേക്ക് നോക്കി. ഇന്നിനി ആരും താഴേക്ക് വരില്ല. എന്നാലും മനസ്സിലെന്തോ ഒരു പേടി. അവൾ സെറ്റിലേക്ക് തല ചാരിക്കിടന്നു. കുറേ നേരത്തെ ചിന്തകൾക്കൊടുവിൽ അറിയാതെ അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. 1-2 പ്രാവശ്യം അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കി. വീണ്ടും അനുസരണയില്ലാതെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഈ പ്രാവശ്യം അവൾക്കത് വലിച്ചു തുറക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസത്തെ ക്ഷീണം തീർക്കുന്നത് പോലെ കണ്ണുകൾ അഗാധമായ ഉറക്കത്തിലേക്ക് പോയി. കത്തിയിരിയുന്ന ചിത. അതിലേക്ക് നോക്കി മല്ലി കുറേ നേരം നിന്നു. അവൾ ചിതയിലേക്കൊന്ന് തൊട്ടു നോക്കി. അവൾക്ക് അതിശയം തോന്നി. എന്തുകൊണ്ടോ തീയിൽ തൊട്ടിട്ടും അവൾക്ക് കൈ പൊള്ളാത്തതിൽ വല്ലാത്ത അത്ഭുതം തോന്നി. എന്തിനായിരിക്കും ഞാൻ ഇതിൽ കിടന്ന് ഇങ്ങനെ കത്തിയെറിയുന്നത്? ആരായിരിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കത്തിച്ചത്? അവൾ ചുറ്റുമൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. അവൾക്കതൊരു ശ്മശാനം പോലെ തോന്നിച്ചു. പെട്ടെന്ന് എവിടെയോ ആരുടെയോ ശബ്ദം കേട്ട് അവളൊന്ന് നോക്കി. പുക കാരണം ഒന്നും തന്നെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആരാ അവിടെ? ഇങ്ങോട്ടൊന്ന് വരുമോ? അവളൊന്ന് അലറി വിളിച്ചു നോക്കി. അവളുടെ വിളി കേട്ടിട്ടും ആരും അങ്ങോട്ട് വന്നില്ല. ഇനി ഞാൻ വിളിച്ചത് അവർ കേട്ട് കാണില്ലേ? മല്ലി വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ഇല്ല, ഞാൻ വിളിക്കുന്നതൊന്നും അവർ കേൾക്കുന്നില്ല.
ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യം പോലും അവർക്കറിയില്ല. അവൾ പതിയൊന്ന് നടന്നു നോക്കി. ഇല്ല, പറ്റുന്നില്ല. എനിക്കിവിടുന്ന് അനങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരം ഇങ്ങനെ ഇവിടെ കിടന്ന് കത്തുവല്ലേ. അപ്പോൾ എനിക്കെങ്ങനെ അനങ്ങാൻ കഴിയും? ആരുമില്ലേ, ഇനിയൊന്ന് രക്ഷിക്കണേ. മല്ലിയുടെ കാലയുടെ കൈകൾ അരിച്ച് മുകളിലേക്ക് കയറി. തുടക്കഴിഞ്ഞ് മുകളിലേക്ക് കൈകൾ ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. തൻ്റെ ശരീരത്തിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയ മല്ലി കണ്ണുകൾ വലിച്ചു തുറന്നു. പെട്ടെന്ന് അവൾക്കൊന്നും മനസ്സിലായില്ല. കണ്ട സ്വപ്നത്തിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് വരാൻ കുറച്ച് സമയമെടുത്തു. കണ്ണുകൾ വലിച്ചു തുറന്ന മല്ലി തൻ്റെ മുന്നിലിരിക്കുന്ന ആളെ കണ്ട് ചാടി എഴുന്നേറ്റു. വീഴാൻ പോയ അവളെ അയാൾ പിടിച്ച് നേരെ നിർത്തി. പതിയെ നോക്കി എണീക്കണ്ടേ, ഇപ്പോൾ വീഴില്ലായിരുന്നോ? അയാൾ അതും പറഞ്ഞ് മല്ലിയൊന്ന് നോക്കി ചിരിച്ചു. ആരാ? മല്ലി വിക്കി വിക്കി ചോദിച്ചു. അതൊക്കെ പറയാം. എന്തൊരു അഴകാ പെണ്ണെ നിന്നെ കാണാൻ. കണ്ടിട്ട് നിന്നെ കടിച്ച് തിന്നാൻ തോന്നുന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നേൽ കണ്ടപ്പോൾ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയേനെ. മല്ലി പേടിയുടെ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നു. ആ, നീ എന്തിനാ എന്നെ കണ്ടിങ്ങനെ പേടിക്കുന്നേ? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അവനെവിടെ? മല്ലി മനസ്സിലാക്കാതെ ഒന്ന് മുഖം ഉയർത്തി നോക്കി. നാരായണനും അവൻ്റെ കാമുകിമാരും എവിടെന്നാ ചോദിച്ചേ? അത് മുകളിൽ. അവൾ മുകളിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. നീ ഇവിടെ നിൽക്ക്, ഞാൻ അവനെ ഇന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഓടിക്കളയരുത്. നിന്നെ കണ്ട് കൊതി തീർന്നില്ല. കൊതി തീരും വരെ ഈ സൗന്ദര്യം എനിക്കൊന്ന് ആസ്വദിക്കണം. അത് പോട്ടെ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മല്ലി ഒന്നും മിണ്ടിയില്ല. അവൾ കണ്ട സ്വപ്നത്തിൻ്റെ ഷോക്കിൽ നിന്നും ഇതുവരെയും മുക്തിയായില്ല. ഞാൻ അവൻ്റെ കൂട്ടുകാരൻ രാഘവൻ. മല്ലി ആ പേര് കേട്ട് ഞെട്ടിയൊന്ന് മുഖം ഉയർത്തി നോക്കി. അയാൾ അവളെ നോക്കിയൊന്ന് കണ്ണടച്ച് കാണിച്ച് മുകളിലേക്ക് കയറിപ്പോയി. മല്ലി ആ പേര് കേട്ടതും ഞെട്ടി വിറച്ചു. രാവിലെ മുതൽ കേൾക്കുന്നത് ഇയാളെക്കുറിച്ചാണ്. ഒരു നിമിഷം അവളുടെ മനസ്സിൽ ഭീതി ഉണർന്നു. അവൾ തളർച്ചയുടെ സെറ്റിയിലേക്ക് ഇരുന്നു. ഡാ ഭന്ന നാറി, നീ ഇവളുമാരുമായിട്ട് അങ്ങ് സുഖിക്കുവാണല്ലേ? നാരായണനെ കണ്ടപാടെ രാഘവൻ അയാളുടെ ദേഹത്തുനിന്ന് അടിച്ചുകൊണ്ട് ചോദിച്ചു. രാഘവനെ കണ്ടതും റാണിയും രേവതിയും ബെഡിലും ചാടി എണീറ്റു. ആ, നീ ഇങ്ങ് വന്നോ? ഞാൻ കരുതി ഈ മഴയത്ത് നീ വരില്ലെന്ന്. എങ്ങനെയാടാ വരാതിരിക്കുന്നത്? നിന്റെ പെണ്ണെ എനിക്കൊന്ന് കാണണ്ടേ? ഇവളുമാരെ കണ്ടിട്ട് നീ നല്ലതുപോലെ അങ്ങ് സൂചിച്ച് മട്ടുണ്ടല്ലോ. പണം എണ്ണി കൊടുക്കുന്നതല്ലേ, അപ്പം നല്ലതുപോലെ അങ്ങ് മുതലാക്കണ്ടടാ. വേണം വേണം, ഞാൻ കൂടി കയറി മഞ്ഞാൽ പിന്നെ ഇവളുമാർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ലല്ലോ. അയാളൊരു വഷളൻ ചീരിയോടെ അവരെ നോക്കി നാരായണനോട് പറഞ്ഞു. അതിനല്ലേ സാറേ ഇവിടെ ഒരാളെ ഒന്ന് തൊട്ടുപോലും നോക്കാതെ ഇരുത്തിയിരിക്കുന്നേ? റാണി പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു. ചിലപ്പോൾ ഇയാൾ കൂടി നമ്മളെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എണീറ്റ് നിൽക്കാൻ പറ്റില്ല. ഈ വയസ്സാങ്കാലത്ത് കിളവന് ഒടുക്കത്തെ സ്റ്റാമിനയാണ്, ഒരു രക്ഷയുമില്ല. റാണി രേവതിയുടെ ചെവിയിലായി പറഞ്ഞു. ഒന്ന് പതുക്കെ പറയടി, അവർ കേൾക്കണ്ട. നിന്റെ ഭാര്യയെ ഞാൻ ഒന്ന് കണ്ടായിരുന്നു. എവിടുന്ന് കിട്ടിയടാ അതിനെ? എന്തൊരു സൗന്ദര്യം! അതൊക്കെ ഒപ്പിച്ചെടുത്തടാ. ഫ്രഷ് തന്നെയല്ലേ? നിനക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നാരായണൻ അലമാര തുറന്ന് ഒരു റമ്മിൻ്റെ ബോട്ടിൽ കയ്യിലെടുത്തു. കണ്ടിട്ട് ഫ്രഷ് ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കൈവച്ചപ്പോൾ ചാടി എണിറ്റ് ഒരിടത്ത് ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് കണ്ട് മെരുക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അത് മെരുങ്ങില്ലടാ, കുറച്ച് പാടാ. ബലം പ്രയോഗിക്കേണ്ടി വരും. നിനക്ക് ആദ്യം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തൊട്ടിട്ടില്ല. നിന്റെ ആവശ്യം കഴിഞ്ഞ് വേണം എനിക്കൊന്ന് മേയാൻ. നിനക്കിനി എന്നും മേയാലോ? നാരായണൻ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലെ മദ്യം 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ചേഴ്സ്. രണ്ടുപേരും മദ്യമൊഴിച്ച ഗ്ലാസ് വായിലേക്ക് കമഴ്ത്തി. കുറച്ചു നേരം കൂടി അവർ അങ്ങനെ സംസാരിച്ചിരുന്നു. രാഘവൻ കുറച്ച് ഫിറ്റായതും പതി എണീറ്റു. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. അത് പറഞ്ഞ് താഴേക്കിറങ്ങി. ഒരു മയത്തിലൊക്കെ വേണേ. രാഘവൻ്റെ പോക്ക് കണ്ട് അയാൾ പുറകിൽ നിന്നും വിളിച്ചു കൂവി ഊറി ചിരിച്ചു. വല്ലതും നടന്നാൽ മതിയായിരുന്നു. റാണി എങ്ങും തൊടാതെ പറഞ്ഞു. ഇവൻ ഇതിൽ പുലിയാണ് മോളെ, നിങ്ങൾ നോക്കിക്കോ. അവനവളെ മെരുക്കിയെടുക്കും. മല്ലി ഡൈനിങ് ടേബിൾ തലവെച്ച് കിടക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുകളിലേക്ക് നോക്കും. അയാൾ അങ്ങനെ ഇറങ്ങി വന്നാലോ എന്നവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. രാഘവൻ വേച്ച് വേച്ച് താഴേക്ക് വന്നു. എന്നാൽ പുറകിൽ കൂടി വന്ന രാഘവനെ അവൾ കണ്ടതുമില്ല. ആ, എൻ്റെ സുന്ദരിക്കുട്ടി ഇവിടെ ഇരിക്കുമായിരുന്നോ? അയാൾ മല്ലി ഇരിക്കുന്നത് കണ്ട് അവൾക്കടുത്തേക്ക് ചെന്ന് അവൾ എണീറ്റ് ഓടാതിരിക്കാൻ 2 കൈയിൽ പുറകിൽ കൂടി അവളെ ലോക്ക് ചെയ്ത് ഡൈനിങ് ടേബിൾ കൈവച്ചു നിന്നു. പെട്ടെന്ന് അവൾ ചാടി എണീറ്റു. അയാൾ നിൽക്കുന്നത് കാണാൻ അവൾക്ക് അവിടെ നിന്നും മാറാൻ കഴിഞ്ഞില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണ്. അവൾ അയാൾക്ക് മുന്നിൽ യാചനയുടെ 2 കൈയും കൂപ്പി നിന്നു. ഞാനെൻ്റെ സുന്ദരിക്കുട്ടിയെ വലുതും ചെയ്യുമോ? അത് പറഞ്ഞ് അയാൾ ബലമായി അവളെ ചേർത്ത് പിടിച്ചു. അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതറി. ആ, അടങ്ങി നിൽക്കടി. ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം വാങ്ങിച്ചു പിടിക്കും. അയാൾ ബലമായി അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. മല്ലിക്കരച്ചിലൂടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു. നായിൻ്റെ മോളെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അയാളിലെ മദ്യം പ്രവർത്തിച്ചു തുടങ്ങി. രാഘവൻ അവളുടെ കർണത്ത് ആഞ്ഞടിച്ചു. ഗീതമ്മോ, ഓടി വായോ! മല്ലി വാവിട്ട് നിലവിളിച്ചു.
അവളുടെ ആ വിളി ആർത്ത് പെയ്യുന്ന മഴയിൽ ലയിച്ചു ചേർന്നു. വിട്, വിടന്നെ. മല്ലി അയാളെ പിടിച്ചു ഒന്ന് തള്ളി. അവൾ തള്ളിയിട്ടും അയാൾ അവിടെ നിന്നും ഒന്നനങ്ങുക പോലും ചെയ്തില്ല. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം, എന്നെ ഒന്നും ചെയ്യല്ലേ. നിന്നെ ഞാൻ സ്നേഹിക്കത്തേയുള്ളൂ, അല്ലാതെ വേദനിപ്പിക്കില്ല എൻ്റെ സുന്ദരിക്കുട്ടി. പിന്നെ ഇപ്പോൾ കിട്ടിയത് നീ ഇരുന്ന് വാങ്ങിയതല്ലേ. അയാൾ അവളെ കവളിൽ കൊത്തിപ്പിടിച്ചു. ഇനി നീ എങ്ങനെ തല വെട്ടിക്കും? അയാളുടെ പരക്കൻ ചുണ്ടുകൾ മൃദുലമായ മല്ലിയുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. അവൾ ഓടാതിരിക്കാൻ മറു കയ്യാൽ അവളെ ബലമായി പിടിച്ചു വെച്ചു. അയാളുടെ പല്ലുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞപ്പോൾ മല്ലി വേദനയാൽ പുളഞ്ഞുപോയി. പുറത്തേക്ക് വന്ന നിലവിളി തൊണ്ടയിൽ തന്നെ കുരുങ്ങി നിന്നു. വേദനയുടെ കാഠിന്യം കൂടുന്തോറും അവളുടെ കണ്ണുകൾ പേമാരി പോലെ പെയ്തിറങ്ങി. ചുണ്ടുപൊട്ടി രക്തം വന്നിട്ടും അയാൾ മല്ലിയുടെ ചുണ്ടിൽ പിടിവിട്ടില്ല. അവളെ ചുറ്റി വരിഞ്ഞിരുന്ന കൈയൊന്ന് അയിഞ്ഞതും അയാളെ ഒന്ന് ബലമായി അവൾ പിറകിലേക്ക് തള്ളി. വീഴാൻ പോയ അയാൾ കസാരയിൽ പിടിമുറുക്കി. ഉണ്ണിയേട്ടാ, ഓടിവായോ. അവൾ ചോര ഒലിക്കുന്ന ചുണ്ടുകളാൽ അലറി വിളിച്ച് ഓടാൻ ശ്രമിച്ചു. പെട്ടെന്ന് മല്ലിയെ കൈ എത്തിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കയ്യിൽ കിട്ടിയ കസേര കൊണ്ട് അവളെ ആഞ്ഞടിച്ചു. അമ്മേ. മല്ലിയെന്ന് അലറിക്കരഞ്ഞു. പുറം തലയിൽ ശക്തമായി കിട്ടിയ അടിയിൽ മല്ലി നിലത്തേക്ക് പതിച്ചു. ഇപ്പം നിനക്ക് മിണ്ടാതെ കിടക്കാൻ അറിയാമോ? ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണ മല്ലിയെ നോക്കി അയാൾ അവളോട് ചോദിച്ചു. സാരി നീങ്ങിയ അവളെ ആലിലെ വയറിൽ നോക്കി അയാൾ നാവ് നനച്ചു. ആർത്തിയോടെ അയാൾ അവളെ സാരി വലിച്ചു കീറി ദൂരേക്കെറിഞ്ഞു. അവളുടെ പ്രതികരണമില്ലായ്മ അയാളിലെ ആവേശം കൂടി. അയാൾ 2 കൈയിൽ ബ്ലൗസ് വലിച്ചു പൊട്ടിച്ചു. അവളെ വിവസ്ത്രയാക്കി അടിമുടി അവളെ ഒന്ന് നോക്കി. അവളുടെ അങ്കലാവണ്യം കണ്ട് അയാൾ കോരിത്തരിച്ചു. അവളുടെ മാറിടങ്ങളെ അയാളുടെ പരുക്കൻ കൈയാൽ കശക്കി ഉടച്ചു. കൊതി തീരും വരെ അയാൾ അവയെ ഒരു പേപ്പട്ടിയെ പോലെ കടിച്ചു വലിച്ചു. അയാളുടെ ദന്തങ്ങൾ അവളുടെ മാറിൽ പതിഞ്ഞ് വേദനയെന്നും അറിയാതെ നിൽത്തുന്ന അനങ്ങാൻ വയ്യാതെ മല്ലി കിടന്നു. അവളുടെ മുടി ഇഴകളുടെ പുറം തലയിൽ നിന്നും ചുടുരക്തം നിലത്തേക്കൊഴുകി. നഗ്നമായ അവളുടെ ശരീരം കണ്ട് ആർത്തിയുടെ അയാൾ ഒരു വേട്ടമൃഗത്തിനെ കയ്യിൽ കിട്ടിയ പോലെ അവളെ ആവേശത്തോടെ പ്രാപിച്ചു. നല്ല തണുത്ത തറയിൽ ബോധം മറിഞ്ഞു കിടക്കുന്ന മല്ലിയുടെ നഗ്ന ശരീരത്തിൽ നിന്നും ഒരു ക്രൂരമായ സംതൃപ്തിയോടെ അയാൾ എണീറ്റു. വേദനയുടെ കാഠിന്യത്തിൽ അവളൊന്ന് ഞരങ്ങി. അയാൾ ആർത്തിയോടെ വീണ്ടും അവളെ ഒന്ന് നോക്കി. അവളിലെ പെണ്ണുടലിനെ അയാൾ വീണ്ടും വീണ്ടും പിച്ചിക്കീറി ആർത്തി തീരുന്നതുവരെ. പതിയെ മല്ലിയുടെ ശരീരം നിശ്ചലമായി. തറയിലെ തണുപ്പ് അവളുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചു. അയാളുടെ ആവേശം കെട്ടടങ്ങിയതും മല്ലിയുടെ ശരീരത്തിൽ നിന്നും എണീറ്റ് മാറിയിരുന്നു. എന്നിട്ടും മതി വരാത്തതുപോലെ അവളുടെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ തലയിലൂടെയും തുടയിടുക്കിലൂടെയും രക്തം ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. നീയൊക്കെ ഇത്രയേ ഉള്ളടി. ഒന്നാണിൻ്റെ മുന്നിൽ കിടന്ന് തന്നാൽ മതി നിൻ്റെയൊക്കെ അഹങ്കാരം തീരാൻ. അയാൾ അനക്കമില്ലാതെ കിടക്കുന്ന അവളുടെ ശരീരത്തിൽ നോക്കി പറഞ്ഞു. മുകളിൽ നിന്നും നാരായണൻ വിജയചേരിയുടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാളുടെ ബാക്കിൽ നിന്ന് റാണിയുടെയും രേവതിയുടെയും കണ്ണുകൾ നിറഞ്ഞു. കണ്ടില്ലേ, ഞാൻ തൊട്ടപ്പോൾ എന്തായിരുന്നു അവളുടെ അഹങ്കാരം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവൻ്റെ മുന്നിൽ അവൾ മുട്ടുമടക്കുമെന്ന്. ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. നാരായണൻ താഴെ ഇറങ്ങി. നിറഞ്ഞ കണ്ണുകൾ അയാൾ കാണാതെ അവർ തുടച്ചു നീക്കി. അയാളുടെ പുറകെ അവരും താഴേക്കിറങ്ങി. അവളുടെ നഗ്നമേനി കണ്ട് അയാൾ ആവേശത്തോടെ നോക്കി. ഡാ, എൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നീ വേണേ എടുത്തോ. രാഘവൻ ഒരു യുദ്ധം ജയിച്ച ഭാവത്തോടെ നാരായണനെ കണ്ട് വിളിച്ചു കൂവി. റാണിയും രേവതിയും ആ കാഴ്ച കാണാൻ വയ്യാതെ തിരിഞ്ഞു നിന്നു. എനിക്ക് പിന്നെ മതിടാ. ഇനിയെന്നും ഇവൾ എൻ്റെ കൂടെയല്ലേ. പിന്നെ അവൾക്കിത് ആദ്യമായല്ലേ. അപ്പോൾ അതിൻ്റെ ക്ഷീണം കാണും. ഒന്ന് ഓക്കെ വരട്ടെ. നാരായണൻ ആർത്തിയുടെ ഒന്ന് കൂടി മല്ലിയെ നോക്കി. ഇവൾക്ക് നല്ല ക്ഷീണമാണെന്ന് തോന്നുന്നു. അതോ നീ ഇവളങ്ങ് കൊന്നോ? നാരായണൻ രാഘവനെ നോക്കി കളിയായി പറഞ്ഞു. ഇവൾ കുറച്ച് ബലം കാണിച്ചു. അപ്പോൾ ചെറുതായിട്ട് ഒന്നങ്ങ് കൊടുത്തു. അപ്പോൾ ബോധം പോയതാ. ഡി, വിളിച്ചുണർത്തി കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയെടുക്ക്. പോകുന്നതിന് മുന്നേ എനിക്കൊന്നുകൂടി വേണം. രാഘവൻ റാണിയെ നോക്കി പറഞ്ഞു. മല്ലി, ഡി മല്ലി, എനിക്ക്. റാണി മല്ലിയെ കുലുക്കി വിളിച്ചു. പെട്ടെന്ന് തറയിൽ പടർന്നു കിടക്കുന്ന രക്തം കണ്ട് പേടിയുടെ അവൾ പുറകിലേക്ക് മാറി. ആ കുട്ടി മരിച്ചെന്നാ തോന്നുന്നേ. റാണി പേടിയുടെ നിലത്ത് ചലനമറ്റ് കിടക്കുന്ന മല്ലിയെ നോക്കി വിക്കി വിക്കി പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് നിലത്തേക്ക് നോക്കി. നാരായണൻ പേടിയുടെ നിലത്തേക്കായിരുന്നു. മല്ലി, മല്ലി, എണീക്കടി. അയാൾ അവളെ കുലുക്കി വിളിച്ചു നോക്കി. അവൾ അനങ്ങാത്തത് കൊണ്ട് തിരിഞ്ഞ് രാഘവനെ നോക്കി. ഡാ, എൻ്റെ വാക്ക് അറം പറ്റിയെന്ന് തോന്നുന്നേ. ഇവൾക്ക് അനക്കമില്ല. നീ ഇങ്ങോട്ട് മാറ്, ഞാൻ നോക്കട്ടെ. അയാൾ നാരായണനെ തള്ളി മാറ്റി മല്ലിയുടെ മൂക്കിൻ തുമ്പിൽ വിരൽ വെച്ചു. കഴിഞ്ഞു. പെട്ടെന്ന് കൈ പിൻവലിച്ച് അയാൾ എല്ലാവരോടുമായി പറഞ്ഞു. രാഘവ, നീ ഇതെന്തു പണിയാ കാണിച്ചേ? ഞാനിനി ഇവളുടെ വീട്ടുകാരോട് എന്തു പറയും? നീ നടങ്ങുന്നാരാണാ, നമുക്ക് വഴിയുണ്ടാക്കാം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ, എനിക്കിത് പുത്തിരിയൊന്നുമല്ല. രാഘവൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. രേവതി കരഞ്ഞുകൊണ്ട് റാണിയുടെ തോളിലേക്ക് ചാരി. നിൻ്റെയൊക്കെ കണ്ണുനീരൊന്നും ഇവിടെ ഒഴുക്കണ്ട. പിന്നെ ഇത് പുറത്തറിഞ്ഞാൽ നിൻ്റെയൊക്കെ ഗതിയും ഇത് തന്നെയാണ്. രാഘവൻ അവരെ നോക്കി ഭീഷണി മുഴക്കി.
നാരായണൻ ഒരു തളർച്ചയുടെ കസേരയിലേക്കിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളുടെ ചൂട് അറിഞ്ഞിട്ടുണ്ട്, സമ്മതത്തോടെയും അല്ലാതെയും. എന്നാൽ ഇന്ന് വരെ ഇങ്ങനെയൊരു അബദ്ധം ആദ്യമായിട്ടാണ്. അയാൾ ഒന്നുകൂടി മല്ലിയുടെ മുഖത്തേക്ക് നോക്കി പേടിയോടെ പെട്ടെന്ന് മുഖം തിരിച്ചു. ആ, നീ ഇങ്ങനെ പേടിക്കാതെ രാഘവ, നമുക്ക് വഴിയുണ്ടാക്കാം. ആദ്യം ഇവിടെ ശരീരം ആരും കാണാതെ മറവ് ചെയ്യണം. അതിനു മുന്നേ നിനക്ക് വേണമെങ്കിൽ ഒന്ന് കളിച്ചോ. ഒരു കോസിലുമില്ലാതെ അയാൾ നാരായണന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നാരായണൻ ഒരു ഞെട്ടലോടെ രാഘവന്റെ മുഖത്തേക്ക് നോക്കി. ഹ, ശവമാണെന്ന് നോക്കണ്ട. ഇതുപോലൊരു കിളന്ത് സാധനത്തെ ഇനി നിന്റെ ജന്മത് കിട്ടില്ല. റാണിയും രേവതിയും അറപ്പോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ചത്താ പോലും ഇതിനെ അയാൾ വെറുതെ വിടില്ല. റാണി രേവതിയുടെ ചെവിയിൽ പറഞ്ഞു. വേണ്ട, എനിക്ക് വേണ്ട. നാരായണൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഡാ, നീ ഇങ്ങനെ പേടിക്കാതെ. ഇവിടെ വീട്ടുകാർ നട തള്ളിയതല്ലേ, ഇനി ഇവിടെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ട് വരില്ലല്ലോ. എന്നാലും ഇല്ല. പിന്നെ കുറച്ചു നേരം രാഘവൻ എന്തോ ആലോചിച്ച് നിന്നു. ഇവിടെ ശരീരം മറവ് ചെയ്യണം. ഇവിടെ പറ്റുമോ? ഇല്ല, ഇവിടെ വേണ്ട. അപ്പോൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകേണ്ടി വരും. നീ വണ്ടി ഇറക്ക്, ഞാൻ അവളുടെ ശരീരം ഒന്ന് കിട്ടിപ്പൊതിഞ്ഞെടുക്കട്ടെ. രാഘവ, ഇപ്പോൾ ഞാനങ്ങനെ വണ്ടി ഇറക്കാനാ? ഉണ്ണിയില്ലല്ലോ. ഉണ്ണിയോ? അതാരാ? അതിവിടുത്തെ ഡ്രൈവറാണ്. ആ, അത് കൊള്ളാലോ. അപ്പോൾ ഇവളുടെ ഇടയ്ക്ക് അവൻ്റെ പേര് വിളിച്ചാണ് അലറിക്കറിഞ്ഞത്. അവരുമായിട്ട് ഇവൾക്ക് എന്താ ബന്ധം? അറിയില്ല. രാഘവൻ ഇരുത്തി മൂളി. അവനെ വിളിച്ചാൽ വരില്ലേ? വരും. എന്നാ വിളിക്ക്. ഒരു നല്ല പണിയുണ്ട്. എന്ത് പണി? നീ അവനെ വിളിക്ക്, അവൻ വരട്ടെ, അപ്പോൾ പറയാം. പിന്നെ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസും എനിക്ക് വേണം. നാരായണൻ ഫോണെടുത്ത് ഉണ്ണിയുടെ നമ്പർ ഡയൽ ചെയ്തു.